നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട്. അതായത് അൺടച്ചബിലിറ്റി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു അയിത്ത ആചാരണമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കഴക്കൂട്ടം MLA ആയിട്ടുള്ള മുരളീധരന്റെ ഒരു ദൃശ്യം കണ്ടപ്പോൾ തോന്നി. ആ ദൃശ്യം ആദ്യം നിങ്ങളെ കാട്ടാം. അത് കണ്ടതിന് ശേഷം എൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ അതോ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം കാണണം. എന്തായാലും എനിക്കതിൽ ഒരു അൺടച്ചബിലിറ്റി തോന്നി. കണ്ടല്ലോ, ഹിന്ദു പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ട് കഴക്കൂട്ടത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആരായിട്ട്? ജനപ്രതിനിധി, ജനങ്ങളുടെ പ്രതിനിധി. ആ ജനപ്രതിനിധി കഴിഞ്ഞ ദിവസം ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു ട്രൈബൽ സ്കൂൾ, അതായത് കട്ടേലയിലുള്ള അംബേദ്കർ സ്കൂളിൽ ജൂൺ 1 സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും പ്രവേശനോത്സവം അരങ്ങേറിയല്ലോ. അങ്ങനെ സ്വന്തം മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ പോയപ്പോൾ അദ്ദേഹം മുട്ടായി കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ദിവസം മധുരം കൊടുക്കുന്നു. നല്ല കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ മധുരം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ, അതായത് നമ്മുടെ MLA ചെയ്യുന്ന ആ ദൃശ്യം കണ്ടില്ലേ, ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സ്വീറ്റ്സ് തട്ടുന്ന ഈ രീതി നമ്മൾ എന്ത് കാര്യത്തിലാണ് ചെയ്യാറുള്ളത്? അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് ആ കുട്ടികളോട് മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്, അതിൻ്റെ രക്ഷിതാക്കളോടും. കാര്യം നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇത്തരം അയിത്തം നിലനിൽക്കുന്നു എന്ന് കാണുന്നത് തീർത്തും വേദനാജനകമാണ്. കാര്യം അവരും മനുഷ്യരാണ്. ആ മനുഷ്യരുടെ വോട്ടുകൾ നിങ്ങൾക്ക് വേണം. പക്ഷേ അവരുടെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ, അവരുടെ കയ്യിലേക്ക് ഒരു മുട്ടായി വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീതി ഉള്ളിലുണ്ട്. ആ പ്രതീതിയുടെ പേരാണ്ടോ ഈ നാട്ടിൽ ജാതീയത എന്ന് പറയുന്നത്. ആ ജാതീയത നിങ്ങൾ ഈ കുരുന്നുകളോട് കാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ മുരളീധരൻ നിങ്ങളെ ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് നമ്മുടെ നാടിന് കാണാൻ കഴിയുക? നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി എന്നാണ് പറയുന്നത്. ആ കുഞ്ഞുങ്ങൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർ, ഏത് ഹിന്ദുക്കളല്ലയോ? ഇതാണോ ഹിന്ദുക്കളോടുള്ള BJPയുടെ സമീപനം? ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് കണ്ട ആ ദൃശ്യം ഇതിനോട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതേ നോക്കി, കഴക്കൂട്ടം ജംഗ്ഷനിൽ പട്ടികജാതി സമ്മേളനം, ഏത് ഒരു ജാതിക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള സമ്മേളനവും അതിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് പാഠപുസ്തക വിതരണം. അതെന്താ, ഹിന്ദു പോയോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന് ഫ്ലക്സ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ജാതി ഉണ്ട് ഈ നാട്ടിൽ, ജാതി വേണം ഈ നാട്ടിൽ. ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചതിന് ശേഷം ചിലയിടങ്ങളിൽ ഹിന്ദുക്കളെ തൊടാനും ഹിന്ദുക്കളോട് അയിത്തം തോന്നാനും ഒക്കെ മനോഭാവമുണ്ടെങ്കിൽ എന്ത് ഹിന്ദു പാർട്ടിയാണ് BJP എന്ന് ചോദിക്കുകയാണ്. ഹിന്ദുക്കളായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികളുടെ ദേഹത്ത് തൊടാൻ, അവർക്കൊരു മുട്ടായി കൊടുക്കാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം ഹിന്ദുവാണ്? സാധാരണഗതിയിൽ നമുക്കറിയാലോ, നമ്മൾക്ക് ആരോടെങ്കിലും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എന്തെങ്കിലും കൈമാറുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കും, കയ്യിൽ പിടിച്ച് നമ്മൾ സംസാരിക്കും, മുഖത്ത് തട്ടും. കുഞ്ഞുങ്ങളൊക്കെ അല്ലേ, അവരുടെ ഒരു ചിരി. പക്ഷേ ആ കുഞ്ഞുങ്ങൾ നിർവികാരമായി ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്നിട്ട് ഒരു പിതാവിനോളം പ്രായമുള്ള അല്ലെങ്കിൽ ഒരു മുത്തച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? ഇതാണോ നിങ്ങൾ ഈ നാട്ടിൽ ഉയർത്തുന്ന ഹിന്ദുത്വ ആശയം? ഹിന്ദു 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 എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയാറുള്ള BJPക്കാർ, മുരളീധരനൊക്കെ ഹിന്ദുക്കളായ പട്ടികജാതിക്കാരും അല്ലെങ്കിൽ ട്രൈബൽ കുട്ടികളോടൊക്കെ കാണിക്കുന്ന ഈ അയിത്ത മനോഭാവം ഇത് കണ്ടതിന് ശേഷം നാട് പറയും, ഇതാണോ നമ്മുടെ നാട്ടിൽ ഹിന്ദു ഒരുമിക്കൂ എന്ന് പറയുന്ന മനോഭാവം? എന്തായാലും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട, അവരുടെ വോട്ട് കൂടി വാങ്ങി വിജയിച്ച മുരളീധരൻ എന്ന ജനപ്രതിനിധി കഴക്കൂട്ടത്തെ പാവപ്പെട്ട ആ കുട്ടികളോട് കാണിച്ച ഈ അയിത്തത്തിന് ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചിലരൊക്കെ പെരുമാറുന്നത്. നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. ആ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ആ തൊട്ടുകൂടായ്മയിലെ മനോഭാവങ്ങൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലും ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പറയേണ്ടതുണ്ട്. ഹിന്ദു എന്ന് നാവ് കൊണ്ട് പറയുകയും ഹിന്ദുവിനുള്ളിലെ ജാതീയത എങ്ങനെയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ കുടിയേറിയിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ആ ദൃശ്യം. അല്ലെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ ഒരു മുട്ടായി വെച്ചു കൊടുക്കാനായിട്ട് ഹിന്ദു പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിക്ക് കഴിഞ്ഞേനെ. പക്ഷേ ഹിന്ദുവായിട്ട് പോലും അങ്ങനെ ചെയ്യാൻ പറ്റാത്തിടത്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതീയത ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്.